ഹായ് എവരിവൺ. അപ്പോൾ ഇന്ന് ചേട്ടനും ചേച്ചി എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടാണ് ഇന്ന് ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ അത്തപ്പൂക്കളം, പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണം. അപ്പോൾ അമ്പലത്തിൽ പോകാനായിട്ടാണ് ഈ ഒരുക്കമൊക്കെ. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ബൈ. ഞാൻ അമ്പലത്തിൽ പോകാൻ വളരെ ലേറ്റായി, കാരണം എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ വീട്ടിൽ വരാൻ വളരെ താമസിച്ചു. ഇവർ കാരണമാണ് ഞാൻ താമസിച്ചത് അമ്പലത്തിൽ പോകാൻ. അങ്ങനെ അമ്പലത്തിലെല്ലാം പോയി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അത്തപ്പൂക്കളം അടുത്ത പരിപാടി. അത്തപ്പൂക്കളം ഇടാനായിട്ട് നോക്കിയപ്പോഴത്തേക്ക് നല്ല പൊരിഞ്ഞ് വെയിൽ, പക്ഷേ ഇട്ടേ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ ഞാനും അച്ഛനും പിന്നെ ബാലുവും കൂടെ ചേർന്നിട്ടു. പിന്നെ അമ്മയും ചേച്ചിയും കിച്ചണിലായിരുന്നു, കുറേ സദ്യ പ്രിപ്പറേഷനായിരുന്നു അവർ. പക്ഷേ എന്നാലും അവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ അത്തപ്പൂക്കളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 12:30-1 മണി ഒക്കെ ആയി. അപ്പം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കഴിക്കാനിരുന്നു. സദ്യക്ക് ഒട്ടുമിക്ക എല്ലാ വിഭവങ്ങളും ഞങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിക്കാനിരുന്നു. അപ്പം ചേട്ടൻ ഒരു തമിഴിയനാണ്, ചേച്ചിയുടെ ഹസ്ബൻഡ്. അപ്പം ചേട്ടന് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു നമ്മളെങ്ങനെയാണ് പായസത്തിൻ്റെ കൂട്ടത്തിൽ പഴമൊക്കെ ഇങ്ങനെ ഇളക്കി കഴിക്കുന്നതെന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ചേട്ടനത് ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു കോമ്പിനേഷൻ ചേട്ടന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കഴിച്ചു. ഞങ്ങൾ ഇവിടെ വേങ്ങൽപ്പാടത്ത് വരാമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത് വന്നതാണ്. പക്ഷേ രാത്രിയായി. അന്നേരത്തേക്ക് അവിടെ പോയാൽ ശരിയാവില്ലെന്ന് ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ലുലു മോളിലോട്ട് വന്നു. സോ വി ആർ ഹിയർ ഇൻ ലുലു. ഓ പിന്നെ താല്പര്യമേ ഇല്ലായിരുന്നല്ലേ എന്നിട്ടായി വാങ്ങിക്കൂട്ടുന്നത്. എവിടെയെങ്കിലും കയറ്റി വെക്ക്. എന്നിട്ട് ചാടി ഓടി കയറി വന്നത് ആരാ? എന്തേലും മുഴിയുന്നില്ലേ? അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ മക്ഡൊണാൾഡ്സിൽ കഴിക്കാനായിട്ട് കഴിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ് കുട്ടി. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോവുകയാണ് തിരിച്ച് വീട്ടിലേക്ക്. അങ്ങനെ വീട്ടിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വാങ്ങിച്ച് വെച്ച കമ്പിത്തിരിയും പുത്തിരിയൊക്കെ എടുത്ത് കത്തിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ അത്തപ്പൂക്കളത്തിൻ്റെ ചുറ്റിനും വിളക്കൊക്കെ കത്തിച്ചു. അങ്ങനെ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ആദ്യമൊക്കെ ഞങ്ങൾ കമ്പിത്തിരിയൊക്കെ വാങ്ങിച്ചിട്ട് വരുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് പേടിയായിരുന്നു കത്തിക്കാനൊക്കെ. ഇപ്പോൾ അതാ 3-4 കമ്പിത്തിരി കയ്യിൽ വെച്ചിട്ടാണ് കത്തിക്കുന്നത്. എന്നിട്ട് പറയും എനിക്ക് ഒരെണ്ണമൊന്നും പറ്റില്ല, 2-3 എണ്ണമൊക്കെ ഒരു കയ്യിലിങ്ങനെ വെച്ച് കത്തിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഫാമിലിയുടെയും എൻ്റെയും ഓണം വിശേഷങ്ങൾ. ബൈ.